നമ്മൾ സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിയില്ലേ? ആ ബഹിരാകാശ പേടകത്തിൽ മാസങ്ങൾ ചിലവഴിച്ച് അവരോട് എത്തിച്ച ആ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ഡ്രാഗണാണ് ഇവരെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ആ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കും അവിടെ നിന്ന് പിന്നെ നമ്മുടെ നാട്ടിലേക്കും എത്തിച്ചത്. റോക്കറ്റ് വഴി അങ്ങോട്ട് നിക്ഷേപിച്ച ഈ സ്പേസ് എക്സ് പിന്നീട് ആ ഒരു സ്പേസ് സ്റ്റേഷനിൽ അവിടെ ഹച്ച് ചെയ്ത് വെക്കും, അവിടെ ഘടിപ്പിക്കപ്പെടും. അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അതൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ്. ഞാനിതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അതാണല്ലോ എൻ്റെ ഒരു ഹോബി. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. അപ്പോൾ അവിടെ ആക്കിയിട്ട് പിന്നീട് ഇവരെ ഇതിനുള്ളിലേക്ക് മാറ്റിയതിന് ശേഷം അവിടുന്ന് എന്താവും, ഈ ഒരു സ്പേസിൻ്റെ ഇതിൽ നിന്ന് ഇത് ഡിറ്റാച്ച്ഡ് ആവും. അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പതിയെ അതിൽ നിന്ന് ഇങ്ങനെ വേറെ ആയിട്ട് അങ്ങോട്ട് മാറും. അത് കഴിഞ്ഞാൽ ഡി ഓർബിറ്റ് ബേൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് ഈ ഡ്രാഗൺ വിധേയമാവും. അതിൻ്റെ ആ ഒരു സ്പീഡ് കുറച്ചിട്ട് അല്ലേ, ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു സ്പീഡ് നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഡിസെൻഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലേക്ക് പര്യാപ്തമാക്കുന്നൊരു പ്രോസസ്സാണ്. പിന്നെ ഈ ഒരു ഡ്രാഗണ് ഈ അറ്റ്മോസ്ഫിയറിലേക്ക് എൻട്രി ചെയ്യുമ്പം ഈ എയറുമായിട്ട് കൂട്ടിമുട്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു ടെമ്പറേച്ചർ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഏതാണ്ട് 1600 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചറാണ് അതിൽ വരിക. പിന്നെ ഈ ഡ്രാഗൺ ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുന്നതിനനുസരിച്ച് പാരച്യൂട്ട് പ്രത്യക്ഷപ്പെടും. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഒന്നുകൂടിയും കുറക്കാൻ ഇതുകൊണ്ട് സാധ്യമാകും. ഈ ഒരു ഡ്രാഗൺ ഇറക്കിയിട്ട് ഒരു സമുദ്രത്തിലേക്കാണല്ലോ ഇറക്കുന്നത്. അതിനെ സ്പ്ലഷ് ഡൗൺ എന്നാണ് പറയുക ആ പ്രോസസ്സിനെ. അത് ഇറങ്ങി സമുദ്രത്തിലേക്ക് ഇറക്കുന്നു. എന്നിട്ട് അവിടേക്ക് എന്ത് ചെയ്യും, ബാക്കി ഇതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം റെസ്ക്യൂ പ്രവർത്തകരും മറ്റും എത്തിയിട്ട് ഇവരെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. ഈ സ്പേസ് എക്സിലെ ഈ ഡ്രാഗണ് മറ്റേനേക്കാൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇത് വീണ്ടും അവിടുന്ന് ഇത് നമ്മുടെ കരയിലേക്ക് നേരെ കൊണ്ടുവരാനും പറ്റുന്നൊരു സംഭവമാണ്.